ഞാപ്പോ എന്താണ് ചളിയിലൊക്കെ വന്നിക്കണ് ഞാപ്പോ ഞാൻ എന്നോട് പറയാം ബാബാ ചളിയില് വന്നിക്കല്ല കത്തിക്കാനൊന്നും ഇല്ല മാനെ ഉമ്മ ആണെങ്കിൽ സുയിപ്പായി നിക്കണം അപ്പൊ ഞാൻ എന്റെ ഓലമാടലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കത്തിക്കാച്ചിട്ട് വന്നതാടാ. വെറുതെ അല്ലാണ്ട് കാൽമത്തെ മുറി ഉണങ്ങാത്ത ഈ ചളിയിൽ ഇങ്ങനെ വന്നിട്ടാ. അതുകൊണ്ടാണ് പിന്നെ എപ്പോ നോക്കിയാലും ചളിയിലും വെള്ളത്തിലല്ലേ മാനെ ഞാന് അവിടെ പോയപ്പോളേ എന്താണ് ആ ഇവര് പറഞ്ഞോട് എന്താണ് ആ പ്രകാശേട്ടന്റെ പേരിന്റെ അടുത്ത് അവരില്ലേ ഞാൻ പേര് മറന്നാടാ. ഓരിന്നോട് പറഞ്ഞേ ഞാപ്പോ എന്റെ മുറി മാറണെങ്കില് എല്ലാം കഴുകണം എന്നാലേ മാറുള്ളൂന്ന് പറഞ്ഞത് ശരിയാലോ. ഞാൻ നല്ല പച്ചളത്തിൽ സോപ്പിട്ടാണ് പച്ചളത്തിൽ മോനെ പൈത്ത് എന്നിട്ട് ഓര് വെറുതെ പറഞ്ഞിട്ട് പൈത്ത് എന്നിട്ട് ഞാൻ ഓരോ ഞാൻ ഇമ്മാണ്ട് പറഞ്ഞു എന്നിട്ട് ഉമ്മ പറഞ്ഞു അത്തും കുന്തും അറിയാത്ത ചെക്കനെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് മൂപ്പിച്ചു കൊടുത്തിട്ട് ആ ചെക്കന്റെ കാല് പൈത്തിയില്ലേ എത്ര ആയി ഇത് കൊണ്ടു നടക്കുന്നത് എന്നിട്ട് ഞാനും ഉമ്മയും കൂടി ഓരോ പോയി ചീത്ത അറിയാൻ പോയിട്ട് ചേട്ടാ കുട്ടികളെ ബസ്സാന്ന് തോന്നുന്നു കൂടെ വരുന്നുണ്ട്. കുട്ടികളെ ബസ്സല്ല ഓട്ടോറിക്ഷ ആവും. അത് പോയിക്കോട്ടെ അത് നോക്കണ്ട അത് പോയി അത് പോയി എന്നിട്ട് പറയാ എന്നോട് പറയാനേ എന്നിട്ട് ഞാന് ഓരോട് ഇനി ഞാനും കൂടെ ചീത്ത അറിഞ്ഞു ഓരിന്ന് അങ്ങനെ പറഞ്ഞു തരാൻ പറഞ്ഞിട്ടല്ലേ ചോപ്പിട്ടൊക്കെ കഴിക്കിട്ടുണ്ടെങ്കില് അപ്പൊ ഓര് അറിയാം ഞാന് കുഞ്ഞാപ്പൂനോട് അങ്ങനല്ലേ പറഞ്ഞത്. കുഞ്ഞാപ്പൂ എടുക്കാൻ നേരത്ത് നല്ല ഉപ്പ് ഇട്ടിട്ട് ഇപ്പില് ചൂടുവെള്ളം ഇടണോ എന്നിട്ട് കാലേ പറഞ്ഞത് നിങ്ങളെ മോന് എന്താണ് കേക്കാതും കാണാതും പറഞ്ഞിട്ടാണ്ട് പോയാ ഞാൻ എന്താ ചെയ്യാന് പറഞ്ഞു. അപ്പൊ ഇമ്മാക്ക് ജാതിയായി. അപ്പൊ ഉമ്മ പറഞ്ഞു എന്താ തന്നെടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മ ഇപ്പിന്റെ കൂട്ടം എന്താ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ അറിഞ്ഞ ഫസലാക്കില്ലടാ അറിഞ്ഞിട്ട് പരിടിക്ക് ഒന്ന് തന്നടാന്ന്. നമ്മളൊക്കെ ഉമ്മാരും മാപ്പാരൊക്കെ തച്ചിലേക്ക് കേസ് കൊടുക്കല്ലേ. ഇല്ല അങ്ങനെ പറ്റൂല. പിന്നെ ജിമ്മാനതിനും പറഞ്ഞ അമ്മ കേസ് കൊടുക്കാം. കുട്ടികളെ തച്ചാലും കേസ് കൊടുക്കല്ലോ. കുട്ടികളെ തച്ചാലും കേസ് കൊടുക്കല്ലോ. കുട്ടിയാ ഞാൻ എന്റെ ഉമ്മാന്റെ കുട്ടിയല്ല. പിന്നെ എന്റെ കുട്ടിയാണെങ്കിൽ അതിനൊക്കെ ഒരു കണക്കുണ്ട് കുഞ്ഞാപ്പുവോ. ഒരു കണക്കില്ല. ഞാൻ പിന്നെ പാവല്ലടാ. ഞാനിപ്പോ തച്ച് ഉമ്മ എന്നെ തച്ചിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവല്ല. രാഷ്ട്ര അന്നെ കൊണ്ടുപോകും. അതാണ് എനിക്ക് ചോറൊക്കെ തരുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കില് ഉമ്മാനെ ആൾക്കാര് കൊണ്ടുപോയിട്ടുണ്ടെങ്കില് ഞാൻ പട്ടിണിയാവും പൊട്ടാ. അതാണല്ലേ എന്റെ ബുദ്ധി വലിയ ബുദ്ധിയാടാ. ഇത്രയും ബുദ്ധിയൊക്കെ ഇല്ല എനിക്ക്. എന്നിട്ട് എന്താ കാര്യം ഒന്നും നടക്കത്തില്ലേ. ബുദ്ധി ഒന്നും പാടി എനിക്ക് കൂടാണ്ട്. എല്ലാരും വരെ പഠിക്കെത്തുമ്പോ ആൾക്കാർ തിരിച്ചു പോവാ. എന്താണ് ഞാൻ വലിയ ജീവിയായിട്ട് എന്നെ തിരിച്ചു പോവാന് മുടക്കലേരുണ്ടോ. ആൾക്കാർ വന്നപ്പോ കല്യാണം മുടക്കാണ് എന്നോട് പറയാന്. ഇങ്ങനെ നമ്മളെ പോലത്തെ ആൾക്കാർ ജീവിക്കല്ലേ. പെണ്ണൊക്കെ കെട്ടണ്ടേ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് മുടക്കുന്ന ആൾക്കാര്. ഓച്ചങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഓരോട് ഇല്ല. അപ്പൊ ഓച്ചങ്ങൾക്ക് കല്യാണം കഴിക്കണ്ടേ. കല്യാണമൊക്കെ ഇങ്ങനെ മടക്കിണ്ടെങ്കിൽ അതവര് ചിന്തിക്കൂലല്ലോ. ഓർക്കൊരു സുഖം ഓർക്കൊക്കെ ഒരു സുഖാവൂലേ. ഇമ്മ പറയണാണ് ആരാന്റെ ഇത് പിടിച്ചാലോ അവർക്ക് രസം അവരാർക്ക് വരണം. വണ്ടി കൊണ്ട് വരുന്നുണ്ട്. ആ വണ്ടിക്ക് വേറെ പണിയല്ല. അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. അത് ശരി ഓർക്ക് ഓടണ്ടേ. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാ മതിയാ. കുട്ടികളെ ഓർക്ക് ഓടണ്ടേ. ഒരു ജീവിത പ്രശ്നല്ലേ. മോനെ എന്നോട് പറയാ അങ്ങനൊക്കെ എന്നറിയാം. പിന്നെ ഇടക്ക് പറയും കുഞ്ഞാപ്പൂ എനിക്ക് ആരും കൂടത്രം ചെയ്തിട്ടുണ്ടാവും. അതും ഇന്നാള് പറഞ്ഞല്ലോ ചിലപ്പോ അതും ഉണ്ടാവൂലേ. സുബൈദാത്തൊക്കെ സാധനം എന്ന് പറയുമ്പോ സുബൈദാത്ത എന്നെ കണ്ട മോശം കേട്ട് ഇങ്ങനെ പോകും. ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ അമ്മായിമാന്റെ കൂട്ടൊക്കെ പറഞ്ഞത്. അത് സുബൈദാത്താനോട് ആരെ പോയി പറഞ്ഞത് കുഞ്ഞാപ്പൂ നടന്ന് പറയുന്നുണ്ട്. സുബൈദാത്ത ഒരു കോളാമ്പിയാണ്. അത് എന്തൊക്കെയാ പറയുന്ന ആർക്കും അറിയില്ല. അതിന്റെ രസം സുബൈദാത്താണ്. ഞാൻ ചോദിച്ചു സുബൈദാത്ത ഇതെന്താ പാടുങ്ങൾ കോഴിയൊക്കെ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ആളാ ഇജ്ജ് നാള് വന്നിട്ട് കോഴിനൊക്കെ നോക്കിയതിന് ശേഷം കോഴിയൊക്കെ ചത്ത് ഒറ്റ കോഴി ഇല്ല. ഇജ്ജിങ്ങനെ വന്ന് നോക്കരുതിട്ടാന്ന്. അത് നമ്മളെ കോഴിനെ നോക്കിയ കോഴി ചാവുക അല്ലേ. അതന്നെ ഒരു പറമ്പി പറയാ. അതന്നെയാണ് കുഞ്ഞാപ്പോ ഇജ്ജ് അവിടെ പോയിട്ട് നിക്കണ്ട. ഒരു ഇജ്ജ് പിരാകിയതാണ്. ഞാൻ പിരാകിട്ടൊന്നും ചേട്ടാ. ഞാൻ പറഞ്ഞു നല്ല ഭംഗിയിട്ട് കോഴിക്കളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല. നല്ലത് പറഞ്ഞാലേ പിരാക്കാവുള്ളൂ. നല്ലത് പറഞ്ഞ എങ്ങനെ പിരാക്കോ നല്ലതല്ലാവുള്ളൂ. അങ്ങനൊന്നല്ല കുഞ്ഞാപ്പൂ. എന്നോട് നമ്മ പോവുന്ന മഴ പെയ്തിട്ടേ എനിക്ക് ഇനിയും പനിയും പിടിക്കും. ഇജ്ജ് പോയിക്കൊന്ന പോട്ടെ. നല്ല മഴയാണ് പെയ്യുന്നത്. പിന്നെ കാണാ കുഞ്ഞാപ്പൂ നിക്കടാ.
എന്താടാ നിൽക്കാനുള്ളത്? ഇജ്ജ് പോയി വരുമ്പോളേ ആ എനിക്കൊരു കൊട എടുക്കോ? ഇരിക്കാൻ എന്റെ അമ്മ കൊടയിരുന്നില്ല. ഞാൻ നാളെ കൊണ്ടായിട്ട് അതിന്റെ ഇരുമ്പിന്റെ കമ്പിയൊക്കെ പൊട്ടിച്ച് പരക്കാ തരുന്നത്. എല്ലോടും ഇപ്പൊ ഞാൻ ഈ മയത്ത് നിൽക്കണ്ടേ? അവിടെ എവിടെ നിന്നോ അല്ല നിക്ക്